നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ജോസഫിന് പെണ്ണ് സെറ്റായിന്ന്. നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നടന്നോ? ഞാൻ ബിഗ് ബോസ് സീസൺ 6 പ്ലസ് എപ്പിസോഡില്ലേ ഇന്നലത്തെ, അത് റിയാക്ട് ചെയ്തിട്ട് വരാം. എന്റെ ചെരുപ്പും പോയിട്ടുണ്ട് ഇന്നലെ ബാത്റൂമിൽ നിന്ന്. നമ്മുടെ അപ്സരയും സിജോവും കൂടി ശ്രീരേഖയുടെ ചെരുപ്പ് അടിച്ചു മാറ്റിയതിന്റെ വിഷമം ശ്രീരേഖ അഭിഷേകിനോട് പറയാണ്. ഞാൻ അറിയാത്ത പോലെ ഇരിക്കുക. ശ്രീരേഖ, നിന്റെ ഷൂസ് അവൾ അടിച്ചു മാറ്റണ്ട്, നോക്കിക്കോ നോക്കിക്കോ, ഇപ്പൊ ഇവിടെ ഒന്ന് ചിരിക്കും. എനിക്കിട്ട് തന്നെ പണി തന്നു ഞാൻ വിചാരിച്ചു. ഒരു ഫൺ ടാസ്ക് കൊടുത്തിട്ട് അത് കൊളവാക്കുന്നത് ശ്രീരേഖ തന്നെ. എന്താല്ലേ കാണാൻ പറ്റില്ല. സിജോനോട് അപ്സര, നമ്മൾ ഈ ഇതിന്റെ ഇടയിൽ വെച്ച ഷൂ കാണുന്നില്ലല്ലോ അവിടെ നോക്കുമ്പോ. സിജോ ഇല്ല. എന്റെ ശ്രീരേഖ ചേച്ചി എന്ത് കുശുമ്പാണിത്. ചെയറിലിരുന്ന് ദോശ ഇടുന്ന ഹൈടെക് ഹൈടെക് ചെരുപ്പ് കാണുവാ. എന്റെ പൊന്നോ, എന്തൊരു അഭിനയം. സത്യമായിട്ടും കാണാം. ജസ്മിൻ ബി ലൈക്ക് ഉള്ളതാണാ, വിശ്വസിക്കാമോ? ഇവിടെ കൊറേ പ്രാങ്ക് ഒക്കെ നടക്കണ്ട, അഭിനയാണത്. ആക്ടിങ് സിംഹം. അപ്സര വന്ന് നമ്മുടെ സായിനോട് പറയാണ്, ഞങ്ങൾ ടണലിൽ നിന്ന് പെർഫ്യൂം ഒക്കെ എടുത്തിട്ട് നമ്മുടെ ശരണ്യനെ ഏൽപ്പിച്ചു. അപ്പൊ ശരണ്യ പറഞ്ഞു അത് പവർ റൂമിൽ വെക്കാൻ പറ്റില്ല, അത് മോഷണ മുതലാണെന്ന്. അത് ഒന്ന് പറഞ്ഞ് സെറ്റാക്കിത്താ. ഒരു പവർ ടീം എല്ലാം ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച്. അപ്പൊ നമ്മുടെ സായി വന്നിട്ട് ശരണ്യനോട് പറയണം. അപ്പൊ ശരണ്യ പറയണേ, അത് ഇവിടെ വെക്കാൻ പറ്റില്ല, പവർ റൂം മോഷണത്തിന് കൂട്ടു നിന്നു പറഞ്ഞു. സായി, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റൂൾ ഉണ്ടല്ല, സാറ് മാഡം എന്ന് വിളിക്കണത്, അത് ഒരുവിധം എല്ലാരും ഇപ്പൊ ചെയ്യണുണ്ട്. നമ്മളത് കൊണ്ടുവന്നു, നിങ്ങൾ ചെയ്തത് സന്തോഷം. നല്ല എഫേർട്ട് അല്ലേ? അപ്പൊ നമുക്കൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളുടെ എഫേർട്ട് നല്ലതാന്ന് പറയണം. അതേപോലെ തന്നെ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് തുടരണമെങ്കിൽ തുടരാമെന്നും പറയാം. ഇന്നലെ കണ്ടു, മിനിയാന്ന് കണ്ടു, മനഃപൂർവ്വം ഞാൻ പറയാനാ. അപ്പൊ നമ്മുടെ രശ്മിൻ മീറ്റിംഗ് വിളിച്ചേക്കാണ്. അതാണ് ആരെങ്കിലും കണ്ട് ചെയ്യോ നോക്കട്ടെ. ഇന്നലെ കണ്ട. അപ്പൊ രശ്മിൻ ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടണൽ റൂമിൽ ഒരു മഗ്ഗും ഒരു ഗ്ലാസും കഴുകാത്തത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം പറയട്ടെ, എപ്പോഴാ ബസർ അടിക്കാന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ മെയിൻ എപ്പിസോഡ് കാണാത്തവർ കണ്ടിട്ട് വരാം, ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിൻഡ് കമന്റിൽ. അവർക്ക് ബാത്റൂം പോകാനുണ്ടെങ്കിലോ സിഗരറ്റ് വലിക്കാണ്ടെങ്കിലോ. മെയിൻ എപ്പിസോഡിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നോറയുടെയും ജിൻഡോന്റെയും കൈ കെട്ടി വെക്കണം എന്നുള്ളത്. അപ്പൊ നോറ പറയാണ്, ആ ടാസ്കിന്റെ ബസർ എപ്പോഴും അടിക്കാന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ ജിൻഡോ ചേട്ടാ നിങ്ങൾ അതിന് മുമ്പ് പോയിട്ട് ബാത്റൂമിലോ അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കാനോ വേഗം പോയി തീർത്തിട്ട് വരാം, ടാസ്കിന്റെ ഇടയ്ക്ക് ഇത് പറ്റില്ല. ഇന്നലെയും ഇന്നുമായിട്ട് പല സാധനങ്ങളും മോഷണം പോകുന്നുണ്ട്. നമ്മുടെ കുറെ സാധനങ്ങൾ മോഷണം പോയിന്ന് പരാതി കിട്ടണം. വേറെ എന്ത് പോയാലും ഞാൻ സഹിക്കും. എന്റെ മേക്കപ്പ് കിറ്റ് ആണ് എടുത്തുകൊണ്ട് വന്നത്. 10 മിനിറ്റിനുള്ളിൽ എന്റെ ലിപ്സ്റ്റിക് സാധനങ്ങൾ എന്റെ ബെഡിൽ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇതിവിടെ സീനാക്കും. ഒരാൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ചിരിക്കുന്ന അല്ല ജാസ്മിനെ, നീ ചിരിക്കാനുള്ള. എനിക്ക് എന്റെ ലിപ്സ്റ്റിക് കിട്ടണം. വേറെ ആരെങ്കിലും ജാസ്മിന്റെ സാധനം എടുത്ത് എന്റെ ഇതിനകത്തിട്ട് എന്നെ കളനാക്കരുത്. ജിൻഡോ എന്നിട്ട് പറയണേ, ഞാനും ജാസ്മിനും ഒരു റൂമിലെ കിടക്കണേ, ആരെങ്കിലും ലിപ്സ്റ്റിക് എടുത്ത് എന്റെ പെട്ടിയിൽ എടുത്ത് വെച്ചിട്ട് എന്നെ കള്ളനാക്കരുത് പ്ലീസ്. ഇല്ല ഇല്ല, ഇപ്പോഴേ പറഞ്ഞേക്കോ, മനസ്സിലായി. അതായത് ഇത് മറന്നു വെക്കുകയോ അല്ല. എന്റെ ജിൻഡോ ചേട്ടാ എങ്ങനെ ചിരിക്കാണ്ടിരിക്കൂ? ആരെങ്കിലും സംശയമുണ്ടോ? ആരെങ്കിലും സംശയം ഉണ്ടോ നിങ്ങക്ക്? ജാസ്മിൻ, എന്ത് സംശയം? ഈ സിജോന്റെ ടീം തന്നെ, അവരാണ് ഏറ്റവും വലിയ കള്ളന്മാര്. ഇവരുടെ റൂമില് ഉള്ളി, തക്കാളി, ക്യാരറ്റ്, മുളക്, പച്ചമുളക്. അവരുടെ റൂമിൽ ഒരു മിനി പലചരക്ക് കടയുണ്ട്. അവർ ഇവിടെ എല്ലാ സാധനവും എടുത്തുകൊണ്ട് അവരുടെ റൂമിൽ വെക്കും. ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മിനി കുഞ്ഞു സ്റ്റോർ ഇവരുടെ കയ്യിലുണ്ട്. ാണോ എന്തിനാ ഈ മേക്കപ്പ് ഉള്ളിലൂടെ ചാരിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്സര, ഞങ്ങള് മോഷ്ടിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാതെ മാറ്റി വെച്ച കൊച്ചു കൊച്ചു ചപ്പാത്തികൾ. എത്ര സത്യസന്ധനായ കള്ളൻ. ഇത് ഞങ്ങളുടെ വക ഒരു ടാസ്ക് കൊടുത്തതായിരുന്നു. അതെ, ഇപ്പൊ സായി എന്നിട്ട് പറയണേ, എല്ലാരും പറ്റിച്ച ഇതൊരു ടാസ്ക് ആയിരുന്നു, ഇതൊരു പ്രാങ്ക് ആയിരുന്നേ. ഇന്നത്തെ കണ്ടന്റ് ജാസ്മിൻ, നടി ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ആയിരുന്നു, അത് പ്രാങ്ക് ആയിരുന്നു. എനിക്കിട്ടുള്ള പണിയാ. നിങ്ങളുടെ ടീം അപ്പൊ എല്ലാവരുടെയും സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. പക്ഷെ അഭിഷേകിന്റെ ഷൂസ് മാത്രം നോക്കിയിട്ട് കാണുന്നില്ല. അപ്സര പേടിച്ചേ. സിജോ ചേട്ടന് മാത്രമേ ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്സര, സിജോ എനിക്കിട്ട് പണി തരല്ലേ? പണി തരല്ലേ പ്ലീസ്. അത് കഴിഞ്ഞ് സഹതാപം തോന്നിയ നമ്മുടെ ശ്രീരേഖ ചേച്ചി ഷൂസ് എടുത്ത് കൊടുത്തു. അപ്സര അത് കണ്ടു. അപ്സര, ഞാൻ ചമ്മി. അച്ചടാ. അപ്സര, ഞാൻ ചമ്മി. റസ്മിന്റെ കയ്യാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗബ്രി കൈ തൊട്ട് ആളെ തിരിച്ചറിയുന്ന തിരിച്ചറിയൽ പരേഡായിരുന്നു. ഏതോ ആണിന്റെ കയ്യാ. എന്റെ മോനെ, ഇതൊരു കഴിവ് തന്നെയാട്ടാ. അത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല.
നിന്റെ കൈ തന്നായിരുന്നോ? ജാസ്മിന്റെ കൈ ഒഴിച്ച് ബാക്കി എല്ലാ കൈയും ഗബ്രി തിരിച്ചറിഞ്ഞു. അവള് പറഞ്ഞു കേട്ടോ എന്തോ ഗബ്രി, നിങ്ങൾ വന്നപ്പോ തൊട്ട് 52, 53 ദിവസം കൈ പിടിച്ചിരുന്നിട്ട് ജാസ്മിന്റെ കൈ നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഇതൊരു കഴിവ് തന്നെ കേട്ടോ. എന്തായാലും അർജുന മോശമല്ല, എന്തായാലും ഇത് കഴിവ് തന്നെടേ. ഗബ്രിയും വരണം. മനസ്സിലായില്ലേ? ഗബ്രിയും അർജുനും നല്ല കോഴിയാണെന്ന്. അപ്സരേച്ചി ജിൻഡോ ബ്രോ ആണെന്ന് തോന്നുന്നു. ഇവള് മോശമില്ല. ജന്മദിനാശംസ. ശ്രീതുന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ശ്രീതു. ഗോഡ് ബ്ലെസ് യു. നിങ്ങളെല്ലാവരും ഇന്നലെ കമന്റ് ബോക്സിൽ ചോദിച്ചില്ലേ ശ്രീതുവിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ എന്താ വിഷ് ചെയ്യാഞ്ഞെന്ന്. ഞാൻ വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ഞാൻ അങ്ങനെ വിളിക്കാറ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഹായ് ശ്രീ, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. നമ്മൾ ഒരുമിച്ചില്ലാത്ത ഒരു ബർത്ത്ഡേ ആണ് നീ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ. നീ അർജുനായിട്ട് അധികം കൂട്ടുകൂടരുത്, എനിക്കത് ഇഷ്ടമല്ല. എന്തായാലും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഞാൻ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, വായിച്ചോളൂ. കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കേക്ക് മുറിച്ച് തിന്നോളൂ. അർജുൻ്റെ അടുത്ത് അധികം കൂട്ടുകൂടണ്ട കേട്ടോ. അപ്പൊ ശരി, ഓക്കെ, ബൈ. ദേ ഞാൻ അയച്ച ഗിഫ്റ്റ് ഒക്കെ കൊണ്ടേ കൊടുക്കുന്നു. എല്ലാ ബർത്ത്ഡേക്കും ഒരു സർപ്രൈസ് ഉണ്ടാവും. ഇത്തവണ ഈ ലെറ്റർ ആണ് സർപ്രൈസ്. ദേ ഞാൻ എഴുതിയ ലെറ്റർ വായിക്കണ്. ആദ്യമായിട്ടാണ് നീ എന്നെ വിട്ടു നിൽക്കുന്നത്. അതിന്റെ ഒരു വിഷമം നിനക്കുണ്ട്. നിന്റെ ലോകം ഞാൻ മാത്രമായിരുന്നു. ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഹാപ്പിയായി. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ലെറ്റർ ആരെ എഡിറ്റ് ആക്കിയേ? ഈ 100 ദിവസം കഴിഞ്ഞ് 100 ദിവസം നിക്കണ്ട, വേഗം ഇങ്ങോട്ട് പോരാ, എനിക്ക് കാണാതെ പറ്റണില്ല. കരയിലെ ശ്രീതു, ഇറ്റ്സ് ഓക്കെ. എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പോട്ടെ, സാരില്ല. എന്തായാലും എന്റെ ഗിഫ്റ്റിന്റെ അത്ര ഒന്നും വരില്ല ഇവന്റെ ഈ കുഞ്ഞു ഗിഫ്റ്റ്. ഈശ്വര, താലിയും ചോർത്തിയോ? വേറെ മാല കിടക്കലേ. ശ്രീതു, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസ് സീസൺ 6ന്റെ ഇന്നത്തെ ഈ പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ